വിജയം സംബന്ധിച്ച് കൊടുത്തു എന്നുള്ളതല്ല, വിജയത്തിന്റെ മുന്നോടിയായിട്ട് ഇവർക്ക് ഒരു നല്ല, അതായത് ഇരുന്ന കാലങ്ങളിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നതും. ശ്രീമതി സുരഭിദാസ്, വിവാഹ വാഗ്ദാനം നൽകി ശ്രീ ജയ്മോൻ താങ്കളെ പറ്റിച്ചു എന്ന് പറഞ്ഞത് ആ സാഹചര്യം എന്താണ്? ഇതുപോലെ പള്ളിവാസൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുമതിയായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പരാതി കൊടുത്തു അമ്പലത്തിൽ വെച്ച് എന്നെ താലി കെട്ടിയതേ ഉള്ളൂ. അപ്പോൾ നിയമപരമായിട്ട് അന്നേരം എൻ്റെ ആദ്യത്തെ ബന്ധം വേർപെടാതെ പറ്റില്ല എന്ന് പറഞ്ഞു. ഏത് അമ്പലത്തിൽ വെച്ചാണ് താലി കെട്ടിയത്? അത് എൻ്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ വെച്ച്. എവിടെയാണ്? ബൈസൺവാലി. ശ്രീ നിങ്ങൾ എത്ര വർഷമായി പരിചയത്തിലാണ് ശ്രീ ജയ്മോൻ? ഞങ്ങൾ 1.5 വർഷമായിട്ട്. ശ്രീ ജയ്മോൻ 1.5 വർഷത്തിൽ കൂടുതലായിട്ടില്ല. 1.5 വർഷത്തിൽ കൂടുതൽ ആയിട്ടില്ല. നിങ്ങൾ തൊടുപുഴയിലായിരുന്നോ താമസിച്ചുകൊണ്ടിരുന്നത്? തൊടുപുഴയിലായിരുന്നു. ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ആന്റണി രാജു, ശ്രീ വിമാന യാത്രാ വിവാദത്തിന് ശേഷം സമാനമെന്ന് പറയാവുന്ന സ്വഭാവമുള്ള മറ്റൊരു കേസ് പി ജെ ജോസഫിനെതിരെ ഉണ്ടായിരിക്കുകയാണ്. ആവർത്തിക്കപ്പെടുന്ന ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നു, ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത്. എന്താണ് പാർട്ടിക്ക് പറയാനുള്ളത്? ഏതായാലും ഈ സുരഭിദാസും ജയ്മോനും പ്രത്യക്ഷപ്പെട്ടതിലൂടെ പറയുന്നതിലൂടെ തന്നെ മനസ്സിലായി ഈ കേസിൻ്റെ പൊള്ളത്തരവും എത്ര അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ, പരസ്പര വിരുദ്ധമായ ഒരു ന്യായീകരണം ഇല്ലാത്ത കാര്യങ്ങളാണ് രണ്ടുപേരും പറയുന്നത്. മനസ്സിലായി, രണ്ടുപേരുടെയും ഹിസ്റ്ററി മനസ്സിലാക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത. പിന്നെ ഈ ജയ്മോനെ ജയ്മോൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ കോടതിയിൽ പരാതി കൊടുത്ത ആളാണ് ഈ സുരഭിദാസ്. 2-3 കല്യാണം കഴിച്ചിട്ട് ആരുടെയും കൂടെ താമസിച്ചിട്ട് അവർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് അതിൽ നിന്ന് ലാഭം നേടാൻ ശ്രമിക്കുന്ന ഈ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഇതുപോലുള്ള ആളുകൾ കൊടുക്കുന്ന കേസുകൾ ഏതായാലും കോടതി എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ശ്രീ പി ജെ ജോസഫിനെതിരെ ഇതിനു മുമ്പ് ഒരു കേസുണ്ട്, ഇവിടെ പറഞ്ഞ പോലെ വിമാന വിവാദമുണ്ടായി. അതിനുശേഷം എന്താ ഉണ്ടായത്? ശ്രീ പി ജെ ജോസഫിനെ രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ച ആളുകൾക്ക് ചുട്ട മറുപടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്തത്. കേരള ചരിത്രത്തിൽ ഇടുക്കി ജില്ലയിലെയും തൊടുപുഴയിലും ഉണ്ടായ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് ശ്രീ പി ജെ ജോസഫ് ജയിച്ചത്. ഇപ്പോൾ ഒരു അടിസ്ഥാനരഹിതമായ കള്ള കേസ് കൊണ്ട് കൊടുത്ത് പി ജെ ജോസഫിന്റെ രാഷ്ട്രീയ ഭാവിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ ജനങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ തൊടുപുഴയിൽ നടന്ന പി ജോസഫിന്റെ തെരഞ്ഞെടുപ്പ്. ഈ കേസ് തന്നെ എടുക്കാം, ഇതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? പറയുന്നുണ്ട് ശൂന്യ SMS. ശൂന്യ SMS അയച്ചാൽ ഉടനെ അതിനകത്ത് അശ്ലീലമാണോ കാണുന്നത്? ഈ അശ്ലീലം കാണുന്ന, എവിടെയും അശ്ലീലം കാണുന്ന ആളുകൾക്കും എന്ത് കണ്ടാലും ഒരു അശ്ലീലം തോന്നും. ശൂന്യ SMS നമുക്കറിയാം, ഒരു വൈറസ് കടത്തിവിട്ടാൽ ഏത് ടെലിഫോൺ നമ്പറിൽ നിന്നും ആരുടെ ടെലിഫോൺ നമ്പറിലേക്കും ശൂന്യ SMS അയക്കാൻ കഴിയും. അതൊക്കെ കോടതിയിലേക്ക് തെളിവ് വരാൻ പോവുകയാണ്. ഈ കേസിൽ ഈ ഫ്രോഡ് കേസ് കൊടുത്ത ആളുകൾക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വരും. ഈ അടിസ്ഥാനരഹിതമായി ഈ ജയ്മോൻ ഒരു വർഷം മുമ്പ് പറഞ്ഞത് എന്താ? ജയ്മോൻ പറഞ്ഞു ഈ കേസ് മുഴുവൻ ചില ആളുകൾ, ഈ ക്രൈം നന്ദകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജയ്മോനെ സ്വാധീനിച്ച്, ഈ സുരഭിയെ സ്വാധീനിച്ച് കള്ളക്കേസ് കൊടുത്തതാണെന്ന് കോടതിയിൽ സത്യവാങ്മൂലം എഴുതി കൊടുത്ത ആളാണ് ജയ്മോൻ. അതിനൊക്കെ കടുത്ത ശിക്ഷ ഈ ജയ്മോൻ ഉൾപ്പെടെയുള്ള ആളുകൾ വാങ്ങിക്കാൻ പോവാണ്. കളിയ കോടതി എന്ന് പറഞ്ഞാൽ തമാശയായിട്ടാണ് എടുത്തിരിക്കുന്നത്. കോടതിന് മുമ്പ് വന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം കളിച്ച് നിരപരാധികളായ ഉന്നതമായ രാഷ്ട്രീയ നേതാക്കന്മാര് പീഡിപ്പിക്കാൻ, അവരെ ക്ഷീണിപ്പിക്കാൻ, അവരുടെ രാഷ്ട്രീയ വളർച്ചയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകളെ സമൂഹം തിരിച്ചറിയാൻ പോവുകയാലും ഈ ജയ്മോനും സുരഭിദാസും തമ്മിലുള്ള ബന്ധം അവർ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ വി സുരേന്ദ്രൻ പിള്ള, പി ജെ ജോസഫിനെതിരെ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ കേസിൽ ഇത് സത്യസന്ധമാണ് എന്ന അഭിപ്രായമുണ്ടോ? പ്രത്യേകിച്ച് LDF പി ജെ ജോസഫ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് കോടതിയിൽ നിന്നാണ്? കേരളത്തിലെ പ്രതിപക്ഷമാണോ? ശ്രീ വി സുരേന്ദ്രൻ പിള്ള, ശ്രീ സുരേന്ദ്രൻ പിള്ള, ശ്രീ സുരേന്ദ്രൻ പിള്ള, ഞാൻ ചോദിച്ചത് പി ജെ ജോസഫിനെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേസിൽ അത് സത്യസന്ധമാണ് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? പി ജെ ജോസഫ് രാജിവെക്കണം എന്നാണ് LDF ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം അതായത് ഇതൊരു അത്യപൂർവമായ ഒരു കേസാണ്, വളരെ വിചിത്രമായിട്ട് കേസുമാണ്. ഇതിന്റെ വിശദാംശങ്ങൾ യഥാർത്ഥത്തിൽ കോടതിക്ക് പ്രൈമാ ഫസി ദേർ ഇസ് എ കേസ് എന്ന് ഒരു കേസുണ്ട്, ഒരു സംശയമുണ്ട് എന്നാണ് ഇപ്പൊ ബോധ്യപ്പെട്ടിരിക്കുന്നത്. പി ജെ ജോസഫ് ഇക്കാര്യത്തിൽ തെറ്റ് ചെയ്തില്ലയോ എന്ന് കുറച്ചുകൂടെ
ആഴത്തിൽ അന്വേഷിച്ചാൽ മാത്രമേ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരാൻ കഴിയൂ. പക്ഷെ കോടതിക്ക് ഒരു സംശയം തോന്നിയിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി, ആ മന്ത്രി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാകാമോ എന്നൊരു സംശയം കോടതിക്ക് ഉണ്ടായാൽ അപ്പൊ ഒരു കേസുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നതുകൊണ്ടാണ് ഇപ്പൊ സമൻസ് അയച്ചേക്കുന്നത്. തീർച്ചയായിട്ടും സമൻസ് അയക്കുക എന്ന് പറഞ്ഞാൽ ഒരു കേസുണ്ട് എന്നതുകൊണ്ട് അത്രയും ലാഘവ ബുദ്ധിയോട് കൂടി ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇപ്പോ ഒരു സമൻസ് അയച്ച് അതുകൊണ്ട് എന്താണ്, കേസൊന്നുമില്ല, സമൻസ് അയച്ചാൽ എന്താണ് എന്നെല്ലാം ചോദിക്കുന്നത് സ്വാഭാവികമായി ന്യായത്തിന് വേണ്ടി വേണമെങ്കിൽ വാദത്തിന് വേണ്ടി. പക്ഷേ ശ്രീ സുരേന്ദ്രൻ പിള്ള, ഈ കേസ് വിചിത്രമാണെന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ പി ജെ ജോസഫ് തെറ്റുകാരനാണോ എന്ന് തെളിയേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ പി ജെ ജോസഫ് രാജിവെക്കണം എന്ന് പറയുന്നതിൽ സാങ്കത്യമുണ്ടോ? അത് ഇതിനേക്കാൾ വലിയ കേസല്ലായിരുന്നല്ലോ. ഇപ്പൊ സന്ധ്യയുടെ ഒരു റിപ്പോർട്ട്, ഇപ്പൊ കോടതി പോലും അല്ലല്ലോ പറഞ്ഞത്, സന്ധ്യയുടെ ഒരു റിപ്പോർട്ട് വന്നതേ ഉള്ളൂ. സന്ധ്യയുടെ റിപ്പോർട്ട് വന്നപ്പോ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച ആളാണ് പി ജെ ജോസഫ്. ആ ഒരു പ്രീസിഡന്റ് നമ്മുടെ സമൂഹത്തിലുണ്ട്, കേരളീയ സമൂഹത്തിലുണ്ട്. ഇതിന് തെളിയൊന്നും വേണ്ടല്ലോ. എന്റെ മേൽ കുറ്റം ആരോപിക്കുന്നില്ല, കുറ്റം ആരോപിക്കുകയാണ്. കോടതിയാണ് ഇപ്പൊ സംശയം പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ തെറ്റ് ചെയ്തു ചെയ്തില്ല, ദാറ്റ് ഈസ് സെക്കൻഡ് തിങ്. തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും കോടതിക്ക് സംശയം വന്ന ഒരു സാഹചര്യത്തിൽ ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ സത്യസന്ധനാണ് എന്ന് തെളിയിക്കുന്നത് വരെ മാറി നിൽക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ധാർമ്മികമായ തീർച്ചയായും അന്ന് പി ജെ ജോസഫ്, ശ്രീ സുരേന്ദ്രൻ പിള്ള, അന്ന് പി ജെ ജോസഫ് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു. പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യമുണ്ടോ? പി ജെ ജോസഫ് തെറ്റുകാരനാണ് എന്ന് തെളിയുന്നത് വരെ എങ്കിലും അതിന്റെ ആവശ്യമുണ്ടോ ശ്രീ സുരേന്ദ്രൻ പിള്ള? ഞാൻ പറഞ്ഞല്ലോ, IG സന്ധ്യയുടെ റിപ്പോർട്ടിനകത്ത് ഒരു പരാമർശം തനിക്കെതിരെ ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അപ്പൊ ഇതിനെക്കാട്ടും വലിയൊരു പരാമർശമാണ് ഇപ്പൊ കോടതി സംശയത്തിന്റെ നിഴലിൽ അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത്. 22-ാം തീയതി ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു കോടതി ചെന്ന് കയറേണ്ട ആളാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം, ദയവായി ടെലിഫോണിൽ തുടരുക. ജെയ്മോൻ, എന്തുകൊണ്ടാണ് അന്ന് പി ജെ ജോസഫിന് സുരഭിയുടെ ഫോണിൽ നിന്ന് താങ്കൾ ഫോൺ ചെയ്തത്? എന്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്ന ഒരു കാരണം കൊണ്ടാണ് സുരഭിയുടെ ഫോണിൽ നിന്ന് ഞാൻ എടുത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അന്ന് ഇന്റർവ്യൂ കിട്ടിയിരുന്നോ? അന്ന് കിട്ടിയിരുന്നില്ല. അദ്ദേഹം തിരുവനന്തപുരത്താണ്, പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അങ്ങോട്ട് പറയുകയും ചെയ്തു, ഇതെൻ്റെ നമ്പരല്ല, എൻ്റെ വൈഫിൻ്റെ നമ്പറാണ്, ഇതാണ് സാറേ എൻ്റെ നമ്പർ എന്ന് പറഞ്ഞ് എൻ്റെ നമ്പർ അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ നമ്പറിലേക്ക് അദ്ദേഹം വിളിച്ചില്ല. സുരഭിയുടെ ഫോണിലേക്ക് FMF ആണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ FMF വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ച കാര്യം സുരഭി എന്നോടാണ് വന്നുകൊണ്ടേ പറയുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നെന്ന് പറഞ്ഞ പോലെ, അപ്പോൾ ഇവർ പറയുന്നു ഇത് മാണി പറയുന്നെന്ന് പറയുന്നു, ഇത് ഇങ്ങനൊരു സംഭവമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സ്വയം പി ജെ ജോസഫ് മന്ത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മേത്തോട്ട് കെട്ടിച്ചമച്ച് വെക്കുന്ന ഒരു കള്ളക്കഥയാണെന്നാണല്ലോ, ഇപ്പോൾ ഒരു ജുഡീഷ്യറി കള്ളത്തരം കെട്ടിച്ചമയ്ക്കുവാന്നാണല്ലോ ഇവർ പറയുന്നത്. ജെയ്മോൻ, താങ്കൾ കേസിൽ സാക്ഷിയായിരുന്നു, പക്ഷേ അന്ന് താങ്കളെ വിസ്തരിച്ചിരുന്നു. എന്നെ വിസ്തരിച്ചില്ല, എന്നെ വിസ്തരിച്ചില്ല, ഞാൻ ഉറത്തും കൂറുമാറിയിട്ടില്ല. ഞാൻ ആർക്കും ഒരു കോടതിയിൽ എഴുതി കൊടുത്തിട്ടില്ല ഇത് എൻ്റെ കൈപ്പടയിൽ ഞാൻ എഴുതി തരുന്നതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഒപ്പിടുന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതി തന്നിട്ടില്ല. പി ജെ ജോസഫിന്റെ അഡ്വക്കേറ്റായ പ്രിൻസ് എന്നെ കൊണ്ട് എന്തോ അതിനു മുമ്പ് തൊടുപുഴ കേസ് കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ താങ്കൾ സാക്ഷിയായിരുന്നു, പക്ഷെ താങ്കളെ വിസ്തരിച്ചില്ല. എന്നെ വിസ്തരിച്ചില്ല, ഞാൻ കോടതി ഹാജരായിരുന്നില്ല. എനിക്ക് കോടതി താങ്കളെ വിസ്തരിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു. എങ്ങനെ സുവമോട്ടോയായി കോടതി സ്വമേധയാ? എന്തുകൊണ്ടാണ് അതുണ്ടായത്? കാരണം എനിക്ക് സമൻസ് വന്നിട്ടില്ല എന്ന് പറയാൻ കാരണം സുരഭിയുടെ പരാതി പ്രകാരം ഞാൻ ദേവികുളം സബ് ജയിലിലായിരുന്നു. 1, 2 പിന്നെ എനിക്ക് പ്രത്യേകിച്ച് സമൻസ് വന്നിട്ടില്ല. അപ്പോൾ കോടതിയുടെ ഇഷ്ടപ്രകാരമാണ് കോടതി ഇപ്പോൾ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് ബാക്കി ഭാഗം തെളിവുകളെല്ലാം കറക്റ്റ് ആണെന്ന് കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവസാനം എൻ്റെ മൊഴിയോട് എടുത്തു കഴിയണം. അപ്പോൾ എന്തുകൊണ്ടാണ് മൊഴി മാറ്റിയത്? ഞാൻ മൊഴി മാറ്റിയില്ലല്ലോ, ഞാൻ ആരോടും മൊഴി മാറ്റി പറഞ്ഞില്ല, ഞാനൊരു ചാനലുകാരോട് പറഞ്ഞില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു കോടതി പറഞ്ഞില്ല. താങ്കൾ മജിസ്ട്രേറ്റിന്റെ മുന്നിലാണ് പറഞ്ഞത്. ഞാൻ ഒരു PC ജോർജിനും പിന്നെ ക്രൈം നന്ദകുമാറും നടത്തിയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരും എന്ന സാഹചര്യത്തിൽ തനിക്കെതിരെ ഉണ്ടായ കള്ളക്കേസാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ 14-ാം തീയതി അതേ കോടതിയുടെ മുമ്പിൽ ഒരു കോടതിയുടെ മുമ്പിൽ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. ഒരു കോടതിയുടെ മുമ്പിൽ ഞാൻ ഇതേപോലെ പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് പ്രിൻസ് ആണ് എന്നെ കൊണ്ട് ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിടിയിച്ചിട്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് എന്നെ കൊണ്ട് ഒപ്പിടിക്കുന്നത്. അദ്ദേഹത്തിന്റെ തൊട്ട് മുമ്പിൽ വെച്ചാണ് എന്നെ കൊണ്ട് ഒപ്പിടിക്കുന്നത്. വക്കാലത്താന്നും പറഞ്ഞ് ജെയ്മോനെ ഇതിൽ ഒപ്പിടെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തതിനകത്ത് പ്രിൻസ് എഴുതി ചേർത്ത് അത് മജിസ്ട്രേറ്റ്. ജെയ്മോൻ, താങ്കൾ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. ഒരു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഒരാളെ കൊണ്ടുവന്നിട്ട് വക്കാലത്ത് ഒപ്പിടിക്കുകയാണോ ഒരു വക്കീൽ ചെയ്യുന്നത്? അതെ, അങ്ങനെയാണ് എന്റെ മുമ്പിൽ അതാണ് ചെയ്തത്. ഞാൻ താങ്കളുടെ അക്ഷരാഭ്യാസം ഉണ്ടല്ലോ, താങ്കൾ മാധ്യമ പ്രവർത്തകനാണ്. ജാമ്യാപേക്ഷയിന്മേലാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച് ജാമ്യാപേക്ഷയാണ് സമർപ്പിക്കപ്പെടുന്നത്.
ഞാൻ പറഞ്ഞുതരാം. എന്നോട് പ്രിൻസ് പറയുന്നതും ആ കോടതിയെ ഫാഷി നിർത്തി ആ കോടതി തന്നെ ഞാൻ ഇന്നലെ ഇത് മൊഴി കൊടുത്തിട്ടുള്ളതാണ്. ഒരു കോടതിയുടെ മുമ്പിൽ കള്ളത്തരം പറയാനോ ഒരു കോടതിയുടെ മുമ്പിൽ മൊഴി മാറ്റാനോ പറ്റില്ല. എൻ്റെ കൈയക്ഷരത്തിലല്ല അത് എഴുതിയേക്കുന്നത്, എന്നെ കൊണ്ട് ഒപ്പിടിച്ചു. ആ കോടതി തന്നെ ഇന്നലെ കോടതി എൻ്റെ അഡ്വക്കേറ്റുമാരും അതേപോലെ തന്നെ കോടതിയിലുള്ളവരെല്ലാം നിൽക്കുക ചെയ്ത് ആ കോടതിയുടെ മുമ്പിൽ വെച്ച് ഞാൻ സത്യവാങ്മൂലം പറഞ്ഞതാണ്. കാരണം ഒരു കോടതി മൊഴി മാറ്റാൻ പറ്റത്തില്ല. പ്രിൻസ് എന്ന് പറയുന്ന വക്കീൽ താങ്കളോട് പറഞ്ഞു ഇത്തരത്തിൽ പറയണമെന്ന്. അങ്ങനെ ഞാൻ അങ്ങനെ പറയണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അതിനെ നിഷേധിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പ്രിൻസ് തന്നെ ഞാൻ ജയിലിൽ പോയി കഴിയുന്നുണ്ട്. ജയിലിൽ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് 25 ലക്ഷം രൂപയും 25 ലക്ഷം രൂപ വിലയുള്ള ഒരു പജീറോ കാറും നിനക്ക് തരാം, എൻ്റെ ബാർ അസോസിയേഷനിൽ എൻ്റെ പേര് പോകും, നീ അല്ല ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ അല്ല ഇത് എഴുതി കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിനൊക്കെ എൻ്റെ ജയമോൻ എനിക്ക് വ്യക്തത വേണ്ടത്. ഇത്തരത്തിൽ പ്രിൻസ് എന്ന അഭിഭാഷകൻ താങ്കളോട് ഇത്തരത്തിൽ പറയണം പി സി ജോർജും പ്രൈം നന്ദകുമാറും ചേർന്ന് ഗൂഢാലോചന നടത്തി ഇതുകൊണ്ടാണ് തനിക്കെതിരെ കേസ് ഉണ്ടായിരുന്നത്. എന്റെ പക്കലുണ്ട്. ഇവരോട് ഞാൻ ഡയറക്റ്റ് ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ ഉള്ളത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് എന്റെ പക്കലുണ്ട്. കോടതി ആവശ്യപ്പെട്ടാൽ ഞാൻ ഇന്ന് വേണേലും കൊടുക്കാം. ആരോട് ഫോണിൽ സംസാരിക്കുന്നത്? എന്റെ ഫോണിൽ അഡ്വക്കേറ്റ് പ്രിൻസ് എന്റെ ഫോണിൽ വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ച കാര്യങ്ങൾ ഇതേപോലെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പ്രിൻസിനോട് പറയുന്ന പ്രിൻസ് നിഷേധിക്കുന്നില്ല. പ്രിൻസിനോട് അല്പം മുമ്പ് ഇതിന്റെ ആവശ്യം സംസാരിച്ചിരുന്നു. അഡ്വക്കേറ്റ് പ്രിൻസിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. സുരഭിദാസിനെ ആദ്യമായി ഞാൻ കാണുന്നത് തൊടുപുഴ കോടതിയിൽ PJ ജോസഫിനെതിരെ അവർ കംപ്ലൈന്റ് മൂവ് ചെയ്യാൻ വരുമ്പോഴാണ്. ഞാൻ തൊടുപുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റെഗുലറായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. അപ്പോഴാണ് ഞാൻ ജയ്മോനെയും കാണുന്നത്. പക്ഷേ ഞാൻ ജയ്മോന് വേണ്ടി ഹാജരാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ജയ്മോൻ സുമതി എന്ന് പറയുന്ന പള്ളിവാസൽ പഞ്ചായത്തിന്റെ പഴയ പ്രസിഡന്റ്, മുൻകാല പ്രസിഡന്റിനൊപ്പം വിവാഹിതനായി പോയതിനു ശേഷമാണല്ലോ സുരഭിദാസ് ജയ്മോനെതിരെ തിരിയുന്നത്. ആ സമയത്ത് സുമതി വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ജയ്മോന് വേണ്ടിയിട്ട് ഹാജരാകുവാൻ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ചെല്ലുന്നത്. തികച്ചും ആകസ്മികമാണ്. കാരണം സത്യത്തിൽ ജയ്മോനെ ഹാജരാക്കേണ്ടത് അടിമാലി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. അന്ന് ആ കോടതി അവധിയായതിനാൽ അദ്ദേഹത്തെ തൊടുപുഴ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. അപ്പോൾ തൊടുപുഴയിലുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ റെഗുലറായി പ്രാക്ടീസ് ഉള്ള ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് മാത്രം എന്നെ ഈ കേസെടുക്കുകയും അവിടെ ചെന്ന് ജയ്മോന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി മജിസ്ട്രേറ്റിന്റെ പെർമിഷനോട് കൂടി അദ്ദേഹത്തിന്റെ ഒപ്പ് ഞാൻ വക്കാലത്തിൽ സമ്പാദിക്കുകയും അതിനുശേഷം മജിസ്ട്രേറ്റ് എനിക്ക് നൽകിയ 10 മിനിറ്റ് സമയത്തിനുള്ളിൽ ജാമ്യാപേക്ഷയുടെ ഇൻസ്ട്രക്ഷൻ എടുക്കുകയും മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സെറ്റിയുടെ കൈവരിയിൽ വെച്ച് ജാമ്യാപേക്ഷ തയ്യാറാക്കുകയും അതിൽ ജയ്മോനെ കൊണ്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ വെച്ച് വായിച്ചു നോക്കിച്ചതിന് ശേഷം ഒപ്പിടിക്കുകയും ചെയ്താണ് അദ്ദേഹത്തിന് ഞാൻ നൽകിയിട്ടുള്ളത്. അപ്പൊ പിന്നെ അവിടെ എപ്പോഴാണ് എനിക്ക് സ്വാധീനത്തിനും ഭീഷണിക്കും എല്ലാ സമയങ്ങളും എനിക്ക് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ വെച്ച് ജാമ്യാപേക്ഷ താങ്കളെ വായിച്ചു കേൾപ്പിച്ചിട്ടാണ് ഒപ്പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒപ്പിട്ടതിന് ശേഷം വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്, ശരിയാണോ? കോടതി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ എന്നെ കൊണ്ടുവരുന്ന സമയത്ത് പോലീസ് എസ്കോർട്ടോട് കൂടിയാണ് കൊണ്ടുവരുന്നത്. അതിനുള്ള സമയം 5 മണി കഴിഞ്ഞതിന് ശേഷമാണ് അന്ന് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നമുക്ക് ചിത്രങ്ങളിൽ ഇപ്പോൾ കാണാവുന്നതാണ്. എസ്കോർട്ടോടുകൂടി വരുന്നു, അഭിഭാഷകനുമായി താങ്കൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു, അകത്തേക്ക് കയറി പോകും. അതെ, ഞാൻ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പരാതി വായിച്ചു നോക്കി എന്നുള്ള മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോടതി അപ്പൊ ഇത് കള്ളത്തരമാണല്ലോ കാണിച്ചേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിൻസ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കള്ളത്തരമാണല്ലോ. അപ്പൊ എനിക്ക് അനുകൂലമായി എന്ത് കള്ളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ തന്നെ ആണല്ലോ ഞാൻ ഇന്നലെ മൊഴി കൊടുത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം പ്രിൻസ് മനഃപൂർവ്വം എന്നെ കൊണ്ട് ഒപ്പിടിച്ചേക്കുന്നതാണെന്ന് ആ കോടതിയെ സാക്ഷി നിർത്തിയാണ്. കാരണം കോടതി കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് വധഭീഷണി ഉണ്ട്, കേരള കോൺഗ്രസ്സുകാരിൽ നിന്ന് വധഭീഷണി ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ്? കാരണം ഇന്ന് ഞാൻ കോടതി നിൽക്കുന്ന സമയത്തും ഇന്ന് ഞാനും സുരഭിയും കോടതി നിൽക്കുന്ന സമയത്തും വീട്ടിൽ പിന്നെ ആരോ കാറിൽ ഇതേപോലെ വന്നിട്ട് അവിടെ നിന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടിയെ പ്രംഭിച്ചിട്ടുണ്ട്. അത് കേരള കോൺഗ്രസ്സുകാരാണെന്ന് എങ്ങനെ അറിയാം? കേരള കോൺഗ്രസിന്റെ ആൾക്കാരേ ഉള്ളൂ. കാരണം എനിക്ക് ജാമ്യം എടുക്കാൻ, എനിക്ക് സുരഭി കൊടുത്ത കേസിൽ എനിക്ക് ജാമ്യം എടുത്തേക്കുന്ന PJ ജോസഫാ. അദ്ദേഹത്തിന്റെ ജാമ്യക്കാർ അന്ന് നെടുങ്കണ്ടം കോടതിയിലാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. അന്ന് അടിമാലി കോടതിയിലായിരുന്നു, ചാർജ് നെടുങ്കണ്ടം കോടതിയിലായിരുന്നു. ആ നെടുങ്കണ്ടം കോടതി ഈ PJ ജോസഫിന്റെ ആൾക്കാർ തന്നെയാണ് അവിടെ എനിക്ക് ജാമ്യം എടുക്കാൻ വന്നത്. ആ ജാമ്യം എടുക്കാൻ വന്നതിൽ ഒരാൾ തന്നെയാണ് ഈ കോടതി വന്നെന്നെ ഭീഷണിപ്പെടുത്തിയേക്കുന്നത്. വെള്ളത്തൂവൽ സ്വദേശിനിയായ സ്ത്രീയുമായി താങ്കൾ വിവാഹം കഴിച്ചിരുന്നോ? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് റെക്കോർഡ് കൊണ്ടുപോകാം. താങ്കളുടെ അഭിഭാഷകനാണല്ലോ പറഞ്ഞത്. എന്റെ അഭിഭാഷകൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ റെക്കോർഡ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഞാനെങ്ങും കൊണ്ട് വെച്ചേക്കുന്നല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അഭിഭാഷകൻ കൊണ്ടുവരട്ടെ. സുരഭി, PJ ജോസഫിന്റെ നമ്പർ നിങ്ങളുടെ ഫോണിൽ അത് സേവ് ചെയ്തിരുന്നോ? PJ ജോസഫ് എന്ന് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ മന്ത്രിയായിരുന്ന ആളാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു എന്നാണല്ലോ സുരഭി പറഞ്ഞത്. നമ്പർ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ആദ്യം എടുത്തപ്പോ ഈ മെസ്സേജ് വന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു PA ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് മെസ്സേജ് വന്നെന്ന് പറഞ്ഞു. അത് ഞാൻ PA ആണ് എടുത്തത് എന്ന് പറഞ്ഞു എന്നോട്. ആര് പറഞ്ഞു? PA എടുത്തിട്ട് പറഞ്ഞു.
അല്ല, ഞാൻ ചോദിക്കുന്നത് PJ ജോസഫ് എന്ന പേരിൽ ഈ നമ്പർ ആ ഫോണിൽ ഫീഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. ശൂന്യ SMS വന്നപ്പോൾ 100-ലധികം വന്നു എന്ന് പറഞ്ഞു. നേരത്തെ 200 എന്നാണ് ഞങ്ങൾ മാധ്യമങ്ങൾക്ക് മനസ്സിലായത്. പക്ഷെ 100 എന്ന് പറയുമ്പോൾ ഈ SMS PJ ജോസഫ് എന്ന നമ്പർ ആ പേരിൽ ഫീഡ് ചെയ്തിരിക്കുന്ന നമ്പറിൽ നിന്നാണ് വന്നത്. അതെ. അപ്പോൾ PJ ജോസഫ് ആണെന്ന് അറിയാം. അങ്ങോട്ട് വിളിച്ചത് ആരാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിച്ചു, ഇതിലേക്ക് മെസ്സേജ് വരുന്നുണ്ടോ ആരാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു PA ആണെന്ന് പറഞ്ഞു. ഇതിലേക്ക് മെസ്സേജ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ആദ്യമേ ഫോൺ വിളിക്കുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞാണ് പിന്നെ മെസ്സേജ് വന്നപ്പോഴാണ് PJ ജോസഫ് സാറാന്ന് എടുത്തുവിട്ട് പറഞ്ഞത്. അതിൽ എന്താണ് അശ്ലീലമായി PJ ജോസഫ് പറഞ്ഞത്? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പരാതി കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ 2-3 സെക്കൻഡുകൾ മാത്രമല്ലേ സംസാരിച്ചിട്ടുള്ളൂ? അതെ. BSNL റെക്കോർഡ് പ്രകാരം അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫോൺ സംഭാഷണം അധികം നേരം നീണ്ടുന്നില്ല. ഒത്തിരി സമയം നിന്നില്ല. അതിനിടയിൽ ഇത്രയധികം അശ്ലീലം താങ്കളോട് പറഞ്ഞു. റൈറ്റ്. അപ്പോൾ ശ്രീ ആന്റണി രാജു, PC ജോർജും ക്രൈം നന്ദകുമാറും നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി അല്ലെങ്കിൽ അത് പുറത്തു വരും എന്നുള്ളൊരു സാഹചര്യത്തിൽ തനിക്കെതിരെ കേസ് ഉണ്ടാക്കിയെന്നാണ് ശ്രീ ജെയ്മോൻ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം അത് മാറ്റുകയും കേരള കോൺഗ്രസ്സുകാരിൽ നിന്ന് വധഭീഷണി ഉണ്ട്, ഇപ്പോഴുമുണ്ട്, കാറിൽ വന്ന് ഭീഷണിപ്പെടുത്തി നോക്കിയിട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത്. താങ്കൾ എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത്? ശ്രീ ആന്റണി രാജു. ജെയ്മോൻ കോടതിയിൽ എഴുതി കൊടുക്കുക മാത്രമല്ല, അന്നേ ദിവസം മാധ്യമങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞു, ക്രൈം നന്ദകുമാറും PC ജോർജുമാണ് എന്നെ കൊണ്ട് എല്ലാം ചെയ്തതെന്നുള്ള മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞ പരസ്പര വിരുദ്ധമായ കാര്യം പറയുന്ന ആളുകളാണെന്നുള്ള ബോധ്യമായല്ലോ. ഇപ്പൊ തന്നെ സുരഭിദാസ് പറഞ്ഞെന്താ, ഞാൻ സുരഭിദാസ് അങ്ങോട്ട് വിളിച്ചതെന്ന്. ഇപ്പൊ PJ ജോസഫ് മാറി, ഇപ്പൊ PJ ജോസഫിന്റെ PA ആയി മാറി. 6 SMS ഇപ്പൊ 200 SMS ആയി മാറി. ഇപ്പൊ സുരഭിദാസ് അങ്ങോട്ട് എന്തിനാ വിളിച്ചത്? അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് PJ ജോസഫ് അശ്ലീലം പറഞ്ഞതെന്നാ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, SMS-ൽ അശ്ലീലം ഉള്ളതായിട്ട് സുരഭിദാസിന് കേസില്ലല്ലോ. ഈ ജെയ്മോൻ പറഞ്ഞത് മുഴുവൻ കോടതിയിൽ എഴുതി കൊടുത്തിരിക്കുകയാണ്. അതിനെ ഇപ്പൊ ജെയ്മോൻ ചോദിച്ചു, കോടതി അതേ കോടതിയിലാണല്ലോ ഞാനിന്ന് മൊഴി കൊടുത്ത് തിരിച്ച്. ജെയ്മോൻ ഇതിനൊക്കെ കോടതിയിൽ മറുപടി ഇനിയാണ് പറയേണ്ടി വരുന്നത്. ഇതുവരെ PJ ജോസഫിന് വേണ്ടി ഒരു വക്കീൽ കോടതിയിൽ ഹാജരായിട്ടില്ല. ജെയ്മോനും സുരഭിദാസിനെയും ഒക്കെ ഈ കള്ളം മുഴുവൻ വെളിച്ചത്ത് വരാൻ പോകുന്നത് ഇനി കോടതിയിൽ വിസ്തരിക്കുമ്പോഴാണ്. ശ്രീ സുരേന്ദ്രൻപിള്ള ഒരു കാര്യം പറഞ്ഞു, ഇവിടെ PJ ജോസഫിനെ തെറ്റുകാരനായിട്ട് കോടതി അദ്ദേഹം ഇതിനെ കാര്യം അറിയാതെ പറഞ്ഞാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ നിയമം അനുസരിച്ച് ഒരു സ്വകാര്യ അന്യായം കൊടുത്താൽ ആ അന്യായത്തിന്റെ ഒരു നടപടിക്രമമാണ് ആദ്യം ഹർജിക്കാരി അതിന്റെ തെളിവിനെയും എന്താണെന്ന് നോക്കുക, എന്നിട്ട് എതിർകക്ഷിക്ക് സമൻസ് അയക്കും. ഇനിയാണ് PJ ജോസഫിന്റെ വക്കീലും ഒക്കെ വരാൻ പോകുന്നത്. അന്നേരമാണ് ജയമോഹന്റെയും സുരഭിദാസിന്റെയും ഒക്കെ മുഴുവൻ ഈ ഓരോ വർഷവും ഓരോ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഒക്കെ മാറ്റി മാറ്റി കൊണ്ടു നടക്കുന്ന സുരഭിദാസിന്റെയും ജയമോഹന്റെയും ഒക്കെ ജീവിതം മുഴുവൻ ഇനി കോടതി മുമ്പ് ഇനിയാ വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ജയമോഹൻ ഇപ്പൊ തന്നെ ജയമോഹന് ശിക്ഷ അർഹിക്കുന്ന രീതിയിലുള്ള കുറ്റം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഒരേ കോടതിയിൽ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തത് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ സത്യവാങ്മൂലം കോടതിയിൽ പറഞ്ഞാൽ അതിനെതിരെ മിനിമം 2 വർഷം തടവ് ശിക്ഷ അനുഭവിക്കാൻ കഴിയുന്ന ഒരു കേസിലെ ഇപ്പോൾ തന്നെ ജയ്മോൻ പ്രതിയായിരിക്കണം. അദ്ദേഹം ചോദിക്കുകയാണ്, മജിസ്ട്രേറ്റ് എന്തിനാണ് ഇപ്പോൾ PJ ജോസഫിനെതിരെ കേസെടുത്ത്? മജിസ്ട്രേറ്റ് ഒന്നുമല്ല, ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ ചെയ്തത്. ഇപ്പൊ സുരഭിദാസ് കൊടുത്ത കേസിലെ ആ തെളിവ് മാത്രമാണ് അദ്ദേഹം ഈ കേസിൽ പരിശോധിച്ചത്. ഈ കേസിൽ അത് പരിശോധിക്കുമ്പോൾ മജിസ്ട്രേറ്റിന് ജയ്മോന്റെ കേസിന്റെ തെളിവ് ഈ കേസിൽ ഇപ്പൊ പരിശോധിക്കാൻ കഴിയില്ല. അത് ഞങ്ങൾ കൊണ്ടുവരും. അപ്പൊ ജയ്മോൻ ഇതിനൊക്കെ മറുപടി പറയണം. തീർച്ചയായും ഈ കാര്യങ്ങൾക്കൊക്കെ കോടതിയിൽ താങ്കൾ പറഞ്ഞ ഇതേ കോടതിയിൽ താങ്കൾക്ക് മറുപടി പറയേണ്ടതായി വരും. ശ്രീ ആന്റണി രാജു, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജയ്മോൻ, താങ്കൾ പിന്നെ എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരോട് ഇത്തരത്തിലുള്ള ഗൂഢാലോചന പുറത്തു വരും എന്ന പേരിൽ തനിക്ക് ഈ കേസ് ഉണ്ടായി എന്ന് പറഞ്ഞത് അന്ന് എന്തിനായിരുന്നു? ഞാൻ പറഞ്ഞത് ഞാനൊരു മാധ്യമപ്രവർത്തകരോടും പറഞ്ഞിട്ടില്ല. കാരണം ഇവർ തന്നെ സൃഷ്ടിക്കുന്നു. ജയിലിൽ പ്രിൻസ് വന്നിട്ട് എന്നെ കൊണ്ട് മൊഴി പഠിപ്പിച്ചിട്ട് പറഞ്ഞു ക്രൈം ചീഫ് എഡിറ്റർ TP നന്ദകുമാറും PC ജോർജ് MLA കൂടെ കുടിക്കെട്ടിച്ചമച്ചതാണെന്ന്. അതിന്റെ ദൃശ്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. കോടതി ആവശ്യപ്പെട്ടാൽ ഞാൻ കോടതിയിൽ കൊടുക്കാം. അല്ലാതെ ജയിലിൽ വന്നിട്ട് ജയിലെന്ന് പറയുന്ന നിരോധിത മേഖലയാണ്. PJ ജോസഫ് ഒരു മന്ത്രിയാണെന്നും പറഞ്ഞു ഒരു മന്ത്രിയോ മന്ത്രിയുടെ അഡ്വക്കേറ്റുമാർക്കോ ജയിലിൽ കയറിയ തോന്നിയ എന്തും കാണിക്കാമെന്നില്ല. ആ രീതിയിൽ വരാം. ആ രീതിയിൽ ഈ പ്രിൻസുമായി പിന്നീട് പലതവണ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെക്കുകയും കോടതികളിൽ ഹാജരാകുകയും താങ്കൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രലോഭനത്തിൽ താങ്കൾ വഴങ്ങി. ഈ പ്രലോഭനം എന്ന് പറയുന്ന ഇതിന് താങ്കൾ വഴങ്ങി. എന്തുകൊണ്ടാണ്? കാരണം പറഞ്ഞുതരാം. ഞാൻ അടിമാലി കോടതിയിൽ എന്നെ കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹത്തിനെതിരായിട്ട് ഈ പ്രിൻസിനെതിരായിട്ട് ഞാനൊരു പരാതി എഴുതിക്കൊണ്ടാണ് വരുന്നത്. ജയിലിലെ ഉദ്യോഗസ്ഥരായിരുന്നു ഫാഷ്യ സൂപ്രണ്ട് മുഖേന സൈൻ ചെയ്ത ഒരു പരാതിയാണ് പ്രിൻസിനെതിരെ ഞാൻ ആദ്യം
ജയിലിൽ നിന്ന് കോടതി കൊണ്ടിരുന്ന 22-ാം തീയതി ഞാൻ അടിമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലോട്ട് കൊണ്ടിരുന്നത്. ആ പരാതി പ്രിൻസ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതേപോലെ തന്നെ ഇപ്പം ജാമ്യം കിട്ടുമെന്നും പറഞ്ഞ് വെള്ള പേപ്പറിൽ എന്നെ കൊണ്ട് ഒപ്പിടിക്കുക. ആ അടിമാലി കോടതിയിലുള്ള എല്ലാ അഡ്വക്കേറ്റുമാരും ഫാഷി നിൽക്കുകയാണ് എന്നെ കൊണ്ട് ഒപ്പിടിക്കുന്നത്. എന്നിട്ട് അത് പ്രിൻസ് സുരഭിക്കെതിരെ സുരഭി ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് സുരഭിക്കെതിരെ പരാതി കൊടുത്തു. എന്നിട്ട് ആ മജിസ്ട്രേറ്റിനോട് പറയുവാണ് ഇവരെ പോലീസ് മുഖേന നീക്കം ചെയ്യണമെന്ന്. അവർ പറഞ്ഞു ഇവർ സ്ത്രീയെ നീക്കം ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ മജിസ്ട്രേറ്റ് ബഹുമാനപ്പെട്ട അടിമാലി കോടതിയിലെ മജിസ്ട്രേറ്റ് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പിന്നെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ സുരഭിക്കെതിരെ കൊടുത്ത പരാതിയാണ് ഞാൻ പിൻവലിക്കുന്നത്. കാരണം ജയിലിൽ കിടന്നുകൊണ്ട് ഞാൻ മാധ്യമം വായിക്കുമ്പോഴാണ് അറിയുന്നത് പ്രിൻസ് എനിക്കെതിരെ സുരഭിക്കെതിരെ എന്നെ കൊണ്ട് പരാതി ഒപ്പിട്ട് കൊടുപ്പിച്ചിരിക്കുകയാണെന്നുള്ളത്. ഇതൊക്കെയാണ് അവർ എന്നെ കൊണ്ട് ചെയ്തിരുന്നത്. പക്ഷേ സുരഭിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ പ്രിൻസ് താങ്കളുടെ അഭിഭാഷകനാണ്. സുരഭിയാണ് താങ്കൾക്കെതിരെ കേസ് കൊടുത്തത്. കാരണം സുരഭിയെ ഞാൻ ജയിലിൽ നിന്ന് സുരഭിയെ വിളിച്ചിട്ടാണ് സുരഭി എനിക്ക് ജാമ്യക്കാരെ കൊണ്ട് വന്നതാണ്. ഈ പ്രിൻസ് സമ്മതിക്കത്തില്ല. സുരഭി താങ്കൾക്കെതിരെ കേസ് കൊടുക്കുകയും താങ്കൾക്ക് വേണ്ടി ജാമ്യക്കാരെ സുരഭി എനിക്കെതിരെ കേസ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിവാസൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സുമതിയുമായിട്ട് ജയ്മോൻ പോയെന്ന് പറഞ്ഞ പരാതി കൊടുത്തുള്ളൂ. ആ പരാതി പീഡന കേസാക്കി മാറ്റിയത് തന്നെ ഈ പി ജെ ജോസഫിന്റെ ആൾക്കാരാണ്. എന്റെ ചോദ്യം അതല്ല, കേസ് കൊടുത്തത് സുരഭി, ജാമ്യക്കാരെ കൊണ്ട് ഇറക്കാൻ വന്നതും സുരഭി. എന്താണിത്? കാരണം സുരഭി എനിക്കെതിരെ ജയ്മോൻ എവിടെ പോയി എന്ന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്തുള്ളൂ. എന്താണ് ജയ്മോൻ വെള്ളത്തുവൽ സ്വദേശിനിയുമായി പോയി എന്ന് പറയുകയും കണ്ടില്ല എന്ന് പറഞ്ഞു കണ്ടില്ല എന്നുള്ളതല്ല അവിടെ വരുന്നത്. ഇവര് തമ്മിൽ ഒളിച്ചു പോയി എന്നുള്ള ഒരു ഭാഗമാണ് അവിടെ വരുന്നത്. ഭാവമാണ്. അങ്ങനെയാണോ? അങ്ങനെ ഒരു ഭാവത്തിന്മേലാണോ പരാതി കൊടുത്തത്? ഒളിച്ചു പോയി ഞാൻ ചെന്നു തമിഴ്നാട്ടിൽ വെച്ച് വിളിച്ചു. രണ്ടുപേരെയും കണ്ടു, പോയി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നില്ല. അപ്പോഴാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇറക്കാൻ ആരുമില്ല, ജയിലിൽ നിന്ന് ഇറക്കാൻ ആരുമില്ല. അതേപ്പോഴത്തേക്ക് ഞാൻ ഇറക്കിക്കോളാന്ന് പറഞ്ഞു എന്ന് കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് വക്കാലത്ത് മാറി കൊടുക്കുകയല്ല. ഇങ്ങനെ പല പ്രാവശ്യം ജയ്മോൻ പോകാറുണ്ടോ? നിങ്ങൾ 1.5 വർഷക്കാലമായി പോയിട്ടില്ല. എന്റെ അടുത്ത് വന്നിട്ട് ആദ്യമായിട്ട് പോയതാ. അപ്പോൾ ആരുമില്ലാതെ ജയിലിൽ കിടക്കുന്നത് കണ്ട് സഹാനുഭൂതി തോന്നി തന്നെ വിട്ടിട്ട് മറ്റൊരു സ്ത്രീയുമായി പോയി. അവർ പരാതി കൊടുത്ത ആൾക്കെതിരെ തന്നെ ഇറക്കാൻ പോയി. ഞാൻ ഇറക്കാൻ പോയി. ആരും ഇറക്കുന്നില്ലെങ്കിൽ ഞാൻ ഇറക്കിക്കോളാന്ന് പറഞ്ഞു. റൈറ്റ്. ശ്രീ ആന്റണി രാജു, കേരള കോൺഗ്രസുകാരിൽ നിന്ന് വധഭീഷണി ഉണ്ട് എന്നാണ് ജയ്മോൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ ജയ്മോൻ പറയുന്നത് കേട്ടാൽ തന്നെ അറിയാമല്ലോ, പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ തന്നെ ഒരു 15 മിനിറ്റിനകം പറഞ്ഞത്. കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഈ സുരഭിദാസ് തന്നെ ഇപ്പൊ പറഞ്ഞത് പച്ചക്കള്ളമല്ലേ പറഞ്ഞത്. സുരഭിദാസ് ജയ്മോനെതിരെ കൊടുത്ത കേസ് എന്താ? സുരഭിദാസ് കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കൂടെ താമസിപ്പിച്ച് പീഡിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ആളെ സ്ത്രീ പീഡനത്തിനെതിരെയാണ് ജയ്മോനെതിരെ കേസ് കൊടുത്തത് സുരഭിദാസ്. ഇപ്പൊ എന്തോ പച്ചക്കള്ളമാണ് പറയുന്നത്, വേറൊരു സ്ത്രീയുമായിട്ട് താമസിച്ചതിന്. അങ്ങനെയാണ് ജയ്മോൻ ഇത്രയും നാൾ ജയിലിടേണ്ട കാര്യമില്ലല്ലോ. സുരഭിദാസിനെ ജയ്മോൻ കൂടെ താമസിച്ച് പീഡിപ്പിച്ചു എന്നുള്ള പരാതി കൊടുത്തുകൊണ്ടാണ് ജയ്മോനെതിരെ കേസ്. ഞാൻ വേറൊന്നുകൂടെ ചോദിച്ചോട്ടെ, ഇതേ ജയ്മോൻ പറയുന്നത് ഇപ്പോൾ വക്കീല് സ്വന്തമായിട്ട് എഴുതിയതാണെന്നാണ്. അതിനുശേഷം ജയ്മോൻ എത്ര പ്രാവശ്യം കോടതിയിൽ ഹാജരാക്കി, ഇതേ കോടതിയിൽ ഹാജരാക്കി. ഇന്ന് വരെ ഒരു കോടതിയിലും ഇതേ കോടതിയിൽ ജയ്മോൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ കള്ള പെറ്റീഷനാണ്, എന്നെ പി ജോസഫിന്റെ ആള് വ്യാജമായ പെറ്റീഷൻ എഴുതി ഒപ്പിടിച്ചതാണെന്ന്. ആ കോടതിയിൽ എത്രയോ പ്രാവശ്യം ഹാജരാക്കിയിട്ട് ഈ ജയ്മോൻ പറയുകയോ എഴുതി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇത് മുഴുവൻ ജനങ്ങളെ പറ്റിക്കാനുള്ള 2 ഫ്രോഡുകളല്ലേ വന്നിരിക്കുന്നത്. ജയ്മോൻ എന്തുകൊണ്ടാണ് അത് പറയാഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുരഭി എന്നെ ജയിലിൽ കാണാൻ വന്ന സമയത്ത് സുരഭിയുടെ കയ്യിൽ ഒരു കത്ത് ഞാൻ ജയിലിൽ നിന്ന് എഴുതി കൊടുത്തു വിട്ട് തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അത് ഹാജരാക്കിയിട്ടുമുള്ളതാണ്. കത്ത് എഴുതി കൊടുത്തു വിട്ടതല്ല. ജയ്മോൻ പലതവണ കോടതിയിൽ ഹാജരായി, അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ ഹാജരായി. അപ്പോഴൊന്നും ഈ കാര്യം ഈ കാര്യം പറഞ്ഞ് ഞാൻ രേഖാമൂലം ഞാൻ TP നന്ദകുമാറിന് കത്ത് എഴുതി കൊടുത്തു വിട്ട് അത് കോടതി ഹാജരാക്കിയിട്ടുണ്ട്. ആ കത്ത് പി ജെ ജോസഫിന്റെ അഡ്വക്കേറ്റും പി ജെ ജോസഫും കൂടെ എന്നെ ചതിക്കുവാന്നുള്ളത് തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇരിപ്പുണ്ട്. ആ കത്ത് അവിടെ ഫയൽ സ്വീകരിച്ചിട്ടുമുണ്ട്. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഒരു അനാവശ്യം ഉണ്ടാക്കി കെട്ടിച്ചമച്ച് എനിക്ക് പി ജെ ജോസഫ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ കുഴി മുക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹം ഫ്ലൈറ്റിൽ വെച്ച് ഒരു പെണ്ണുമ്പിള്ളയുടെ മാറത്ത് കയറി പിടിച്ചു. അത് ഞാൻ ഉണ്ടാക്കിയതാണോ അതോ ആ പെണ്ണുമ്പിള്ള ഉണ്ടാക്കിയതാണോ? ഇയാൾക്ക് KF-ന്റെ ഫ്ലൈറ്റിൽ ഇയാൾക്ക് കൊടുത്തിരുന്ന സീറ്റ് എവിടാ? ഇയാൾ ഏത് സീറ്റിൽ നിന്നാണ് വന്നെത്തിയത്? ഇതിന്റെ മൊത്തം രേഖകളും തെളിവുകളും ഞാൻ ഇന്ന് കൊടുക്കാം. ജയ്മോൻ, ഇക്കാര്യങ്ങളെല്ലാം ഇതിനൊക്കെ രേഖകളുണ്ട്. താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് മജിസ്ട്രേറ്റ് കൂടി സാക്ഷിയാകും. കാരണം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നിന്നാണ് ഈ കാര്യങ്ങൾ താങ്കളിൽ നിന്ന് ഒപ്പിട്ട് വായിക്കുന്നത്. ശ്രീ ആന്റണി രാജു പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ മറുഭാഗം കോടതിക്ക് മുൻപാകെ എത്തിക്കുകയും ചെയ്യും. രണ്ടും 2 കേസാണ്. ഒന്ന് വെള്ളത്തൂവലിൽ താങ്കൾ ഒരു സ്ത്രീയുമായി പോയി, ഇത് സംബന്ധിച്ച് സുരഭിക്ക് പരാതിയില്ലല്ലോ. സുരഭി ആ പരാതി പിൻവലിച്ചു.
സുരഭിക്ക് പരാതിയില്ല. അത് വേറെ കേസാണ്. അത് വേറെ അവിടെ കേസാണ്. കൊടുത്ത മൊഴിയും ഇവിടെ കൊടുത്ത മൊഴിയും ഇത് ഒന്നിച്ച് കോടതിക്ക് മുന്നിൽ എത്തണം. ഇത് സംബന്ധിച്ച നിയമയുദ്ധത്തിലേക്ക് മറുഭാഗം പോകട്ടെ. ഞങ്ങൾക്ക് നിയമയുദ്ധമില്ല, ഞങ്ങൾക്ക് നീതി നടപ്പാക്കണം. ജുഡീഷ്യറി എപ്പോഴും നീതി, അത് പാവങ്ങൾക്ക് എപ്പോഴും ഒരു ഇതായിട്ട് നിൽക്കണം. കാരണം ഇവരെ പോലുള്ള കോൺഗ്രസ് എന്നും കതറെന്ന് പറയുന്നതിന്റെ പവിത്രത എന്താണ് അദ്ദേഹത്തിന് അറിയില്ല. അതിന്റെ പവിത്രത അറിയാവുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഈ അവസ്ഥയായിരുന്നെങ്കിൽ അദ്ദേഹം ഇതേപോലെ പ്രതികരിക്കത്തുമില്ല. അതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം. അല്ലാതെ ഒരാൾ കയറി പിടിച്ചു എന്നുള്ളതിന്റെ പാലെ കയറി പിടിക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെ എം മാണി പറയുന്നു ഒരു പീഡിതാവിന് അദ്ദേഹം സൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പീഡിതാവിന് അദ്ദേഹം സൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ഇതേപോലത്തെ ഒരു വ്യക്തിയാണ്. ശ്രീ ആന്റണി രാജു, അവസാനമായി ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് പി ജെ ജോസഫ് പറഞ്ഞിരിക്കുന്നത്. ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്ന് താങ്കളുടെ വാക്കുകൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു. പക്ഷെ അതിന് പിന്നിൽ ആരാണ് എന്ന് താങ്കൾക്ക് വ്യക്തതയുണ്ട്? ഈ ജയ്മോന്റെയും സുരഭിദാസിന്റെ അഭിപ്രായത്തിൽ തന്നെ അവരുടെ പവിത്രതയെക്കുറിച്ച് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. രണ്ടുപേരെയും കുറിച്ച് പി ജെ ജോസ് സാർ പറഞ്ഞത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നതിന് തൊട്ട് മുമ്പാണ് ഈ സുരഭിദാസ് ഒരു ഹർജി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലീസിൽ മാർച്ച് 17 കൊടുത്ത പരാതി പോലീസ് അന്വേഷിച്ച് അത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പെറ്റീഷൻ ക്ലോസ് ചെയ്യുകയാണ് ഇത് ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് കാലത്ത്. അതിനുശേഷം അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന 2 ദിവസം മുമ്പ് മെയ് 21 ഒരു കള്ള ഹർജിയുമായി വീണ്ടും ചില ആളുകളുടെ സഹായത്തോടെ, അത് ജയ്മോൻ തന്നെയാണ് പറഞ്ഞത്, ആരൊക്കെയാണ് ഈ ഗൂഢാലോചന നടത്തിയെന്നുള്ള ജയ്മോൻ പറഞ്ഞു. ജയ്മോൻ അതിനൊക്കെ സമാനമാണ്. ഇപ്പൊ ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു മന്ത്രിയെക്കുറിച്ചാണ്, ഞങ്ങളുടെ നേതാവിനെ കുറിച്ചാണ് ഞങ്ങള് ഈ ജയ്മോൻ ഉന്നയിച്ച ആക്ഷേപത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തുകൊണ്ട് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പോവുകയാണ്. ഈ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞ ജയ്മോനാണ്. അപ്പോ മന്ത്രിസ്ഥാനം തകർക്കാൻ, പി ജോസഫിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ, അദ്ദേഹം MLA ആകാതിരിക്കാനൊക്കെ ഈ പാവപ്പെട്ട സുരഭിദാസിനെയും ജയ്മോനെയൊക്കെ ഉപയോഗിച്ചത് ആരെന്ന് അവർ തന്നെ പറയേണ്ടി വരും. ജയ്മോൻ പകുതി പറഞ്ഞിട്ടുണ്ട്, ബാക്കി സുരഭിദാസിനെ കൊണ്ട് പറയിപ്പിക്കും. അതിനുള്ള നിയമ നടപടികളുമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട്. ശ്രീമതി സുരഭി, അവസാനമായി വിവാഹം കഴിച്ചു വീടിനടുത്തുള്ള അമ്പലത്തിൽ വെച്ച് എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ കൊടുത്ത കേസ് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നുള്ളതാണ്. അത് കൊടുത്തിട്ട് കുറച്ച് ഞാൻ ജയ്മോനോടല്ല ചോദിച്ചത്, സുരഭിയോടാണ്. നിങ്ങൾ കൊടുത്ത കേസ് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നുള്ളതാണ്. എന്ത് പറയുന്നു സുരഭി? ആ കേസ് SMS കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആയിക്കോട്ടെ, വിവാഹം കഴിച്ചു എങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന പേരിൽ നിങ്ങൾ കേസ് കൊടുക്കുമോ? വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ റിക്കാർഡിക്കലായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിട്ടേ ഉള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ഒരു വിവാഹ പന്തലിട്ടും അങ്ങനെ ഒരു വിവാഹം. ജയ്മോന് സംസാരിക്കാൻ ഞാൻ അവസരം തരും. സുരഭി, ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്, വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹ വാഗ്ദാനം ഇല്ല, പക്ഷേ നിങ്ങൾ അങ്ങനെ കേസ് കൊടുക്കുമോ? വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തത് എന്തിനാണ്? ആ കേസിനല്ല, ഈ SMS കേസുമായിട്ട് ആ കേസ് കൂട്ടിക്കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ SMS കേസിന്റെ ഇതിന് എനിക്ക് നീതി കിട്ടണം. നീതി കിട്ടുന്ന ഏത് കോടതിയിലാണ് ആ കോടതി വരെ ഞാൻ പോകും. ഇപ്പൊ ഈ നേതാവല്ല, ഏതൊക്കെ നേതാവ് പറഞ്ഞെന്ന് ശരിയാലും സുരഭിദാസ് പോകും, നീതി നേടിയിരിക്കും. എനിക്ക് ഇത്രയും ബഹുമാനപ്പെട്ട ഈ ചാനലുകാരോട് പറയാനുള്ളൂ. എനിക്കിനി വേറെ ഒന്നും പറയാനില്ല. ഈ പി ജെ ജോസഫിന്റെ ആൾക്കാർ അവളെ ജാതി ചൊല്ലി പറഞ്ഞിട്ട് പറഞ്ഞല്ലോ, ജാതി ചൊല്ലി വരെ അവൾ SNDP-കാരിയാ, ശ്രീമതി സുരഭിദാസ്, ശ്രീ ജയ്മോൻ, വൈകാരികമായ വിക്ഷോഭങ്ങൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതും കണ്ടു. വളരെ നന്ദി ശ്രീ ജയ്മോൻ, ശ്രീ സുരഭി, ശ്രീ ആന്റണി രാജു, ശ്രീ വി സുരേന്ദ്രൻ പിള്ള ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേള.